ഹലോ. അപ്പോൾ ഇന്നൊരു പണിപ്പാളി വീഡിയോ കണ്ടാലും, അതായത് ഇങ്ങനത്തെ ഹെയർ ക്ലിപ്സിൻ്റെ വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിത് ഈ ഹെയർ ക്ലിപ്പ് മാത്രം എൻ്റെ രീതിക്ക് ഓടി വന്നു. കാരണം ആൾക്ക് എന്നെ കാണാണ്ട് ഇരിക്കാൻ പറ്റില്ല അത്ര. സംഭവം വേറെ ഒന്നുമില്ല, ഈ ഹെയർ ക്ലിപ്പിൻ്റെ സെൻറ്ററിലുള്ള ഈ ഗോൾഡ് ബീഡ്സ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ അടർന്ന് പോകുന്നു. സംഭവം ഞാൻ ഒട്ടിച്ച് വീണ്ടും ഉണക്കി വീണ്ടും ടിക്കാക്കി കഴിയുമ്പോൾ അത് വീണ്ടും അടർന്ന് പോകുന്നു. ഭാഗ്യത്തിന് ആ ചേച്ചി നല്ല ചേച്ചി കൊണ്ട് പറഞ്ഞു, മോളായത്തിൽ ചെയ്ത് തന്നാൽ മതി എന്ന്. വേറെ വല്ലവരാണെങ്കിൽ ഇപ്പം എന്നെ ചെയ്ത് വിളിച്ചാൽ. അപ്പോൾ എന്തായാലും ഞാൻ പാറ്റേണൊക്കെ അടിമുടി മാറ്റാമെന്ന് വിചാരിച്ച സെൻറ്ററിലുള്ള യെല്ലോ ഗിൽറ്റ് ഷീറ്റ് ഞാനൊന്നും എടുത്തിട്ടുണ്ടായില്ല, ഒരെണ്ണം കീറിപ്പോവും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വേറെ ഷീറ്റൊക്കെ എടുത്തിട്ട് മറ്റേ മൂടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും പാറ്റേൺ ഏതാണെന്നുള്ള ഒരു ബോധം പോലും എനിക്കുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഗോൾഡ് ബീഡ്സ് ഞാൻ വെക്കില്ല തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്, അത് ടിക്ക് ചെയ്യുമ്പോൾ ഉറച്ച് ഏകദേശം സെറ്റ് സാധനമായിരിക്കും, പെട്ടെന്ന് ബും എന്ന് പറഞ്ഞ് പറന്നാൽ പോവും. എന്തായാലേ പറന്ന് പോകണ സ്ലൈഡുകളൊക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ എന്തായാലും പുതിയ പാറ്റേൺ ഒരു അന്തവും ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ച ബ്ലാക്ക് ക്ലിപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ എൻ്റെ പാറ്റേൺ ചെയ്ത് വന്നപ്പോൾ ബ്ലാക്ക് ക്ലിപ്പ് കാണാനില്ല, അത്രയും രീതിയിൽ അതിൻ്റെ വലിപ്പം ഇത്തിരി വർദ്ധിച്ചു പോയി. എന്തായാലും നമുക്ക് എമൗണ്ടൊന്നും കൂട്ടാൻ പറ്റില്ല, നമ്മുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ട്. ഞാൻ വേറെ ഹെയർ പിന്നിൽ ചെയ്ത് കൊടുക്കട്ടെ ചെയ്തത്. അത് പഴയെന്നുള്ളതൊക്കെ ഞാനൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. സംഭവം ബാക്കിലത്തെ ബേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റോണിനേക്കാളും കുറച്ച് ഇതാക്കിയിട്ടാണ് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാനൊക്കെ കയറ്റി വെട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി ആ പശ ശരിക്കും ഒട്ടാണ്ട് ഞാൻ സ്റ്റോൺ വിട്ടു പോരണ്ടെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ മോത കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട എന്താ മോതൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം എന്തെന്നറിയില്ല. എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ മോത ഇതെങ്ങനെ ഇരിക്കും. അപ്പം ഇതാണ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. എനിക്ക് ആ വൈറ്റ് കല്ല് വെച്ചതൊക്കെ വലിയ താല്പര്യമായിരുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു വൈറ്റ് കല്ല് വയ്ക്കുമോ, നല്ല ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത് ഞാൻ. അപ്പം ഇങ്ങനെയുണ്ട്, ഇഷ്ടമായ. ഇനി ഇതും തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇനി വന്ന് മിക്കത് ചേച്ചി എന്നെ ചീത്ത വിളിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഹെയർ പിന്നിലാട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കണത്. ഇനിയിപ്പോൾ ടിക്ടാക്ക് ചെയ്യുമ്പോൾ തെറിച്ച് പോകുന്നുള്ള പേടിയും വേണ്ട. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്നും പറയുന്നത്. അതെന്തുകൊണ്ടാണത് ടിക്ടാക്ക് ചെയ്യുമ്പോൾ തെറിച്ച് കുറേ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഡാൻസിങ് ബീറ്റ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ പുതിയ ഹെയർ ക്ലിപ്പ് ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് DM ടു ഓർഡർ. ഇതേപോലത്തെ ചെമ്പിങ് സ്ലൈഡുകളൊന്നും ഓർഡർ ചെയ്യരുത് കേട്ടോ. ഇതേപോലത്തെ സിമ്പിൾ തന്നെ ഹമ്പിൾ സ്ലൈഡുകൾ നമുക്ക് മതി. അപ്പോൾ ഇനിയും എന്നെ ഇഷ്ടപ്പെടാതെ തിരിച്ച് വരാതിരിക്കുക സ്ലൈഡ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസിലും കളേഴ്സിലും ഇതേപോലെ സ്ലൈഡുകൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. പ്ലീസ് DM ടു ഓർഡർ.